ശങ്കരെ ജീവനോടെ ഉണ്ടെന്ന് അറിയിക്കാനാണ് ഈ പടം ഇറക്കിയെങ്കിൽ വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ മതിയായിരുന്നു അയാൾ മെലവെന്നും പറഞ്ഞിട്ട്. അങ്ങനെ പഴയ വീഞ്ഞിലെ സാധനം ഒരു പുതിയ ഉപ്പിലെടുത്തിട്ട് അതുപോലത്തുള്ള ഒരു ഫീലിംഗ് തോന്നുന്നു. ലോജിക് എന്ന് പറയുന്ന സാധനം ഈ സിനിമയുടെ ഏഴേഴത്തോടെ പോയിട്ടില്ല. നമുക്ക് പടം തീർന്ന തേർഡ് പാർട്ടിന്റെ ട്രെയിലർ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിലാണ് കാജൽ അഗർവാളൊക്കെ ഉള്ളത്. അതൊരു ഇൻട്രസ്റ്റിംഗ് എലമെന്റ് കാണിക്കുന്നുണ്ട്. അത് ചിലപ്പം ആ മുഴുതികൾ ഉണ്ടെങ്കിൽ തേർഡ് പാർട്ടി കിടുവായിരിക്കും, ഇല്ലെങ്കിൽ ഇതേപോലെ ആവറേജ് തന്നെ ആയിരിക്കത്തുള്ളൂ. പടം മൊത്തത്തില് ഒരു ആവറേജ് ആണ് ഓവറോള്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ബിലോ ആവറേജ് ആണ്. സെക്കൻഡ് ഹാഫ് കുറെ കൂടെ എന്റർടൈനിങ് ആണ്, കുറെ കൂടെ ആളുകളെ പിടിച്ചിരുത്തുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് വളരെ ഒരു ലാഗ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ എന്റർടൈനിങ് കുറെ പോയിന്റിൽ പോകുന്നുണ്ട്. അപ്പൊ അതായത് നമ്മള് ക്യാപ്ചർ ചെയ്ത് ഇരുത്താൻ പറ്റുന്നില്ല ഓഡിയൻസിന്. സെക്കൻഡ് ഹാഫിൽ പക്ഷെ അതുപോലെ തന്നെ ഒരുപാട് സെന്റിമെന്റ് രംഗങ്ങളും അത് സിദ്ധാർത്ഥിന്റെ അഭിനയം ഭയങ്കര സൂപ്പറാണ്. സിദ്ധാർത്ഥ ജീവിച്ച് അഭിനയിക്കുന്ന ലെവലിൽ ഉള്ള സീൻസ് ഉണ്ട്. ഉലകനാഥന്റെ നമ്മൾ പറയേണ്ട അഭിനയത്തിനെ കുറിച്ച് റേറ്റിംഗ് ഒന്നും പറയേണ്ട കാര്യമില്ല. പക്ഷെ എന്നാൽ പോലും പുള്ളിയെ നമ്മളെ കമൽഹാസൻ സാറിനെ അത്രത്തോളം യൂസ് ചെയ്തില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. പല സീക്വൻസിലും ഒരുപാട് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷെ ഡയലോഗ് ഡെലിവറീസിലും അതുപോലെ തന്നെ ഫൈറ്റ് സീക്വൻസും എല്ലാം ഭയങ്കര റെപ്പിറ്റേറ്റീവ് ആണ്. നമ്മളെ ഫസ്റ്റ് തന്നെ അങ്ങനെ പഴയ വീഞ്ഞിലെ സാധനം ഒരു പുതിയ ഉപ്പിലെടുത്തിട്ട് അതുപോലത്തുള്ള ഒരു ഫീലിംഗ് തോന്നുന്നുണ്ട്. പോരെ ബ്രോ, അത്രേ ഉള്ളൂ. വേറെ പറയാനൊന്നും അലവലാതി പടം ഈ ഇടക്കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. ശങ്കർ ഇതിനെക്കാളില്ല വലിച്ചുകീറി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ശങ്കറും കൂടെ മരിച്ച അത്രയും നല്ലത്. 3 മണിക്കൂറിൽ 1 മിനിറ്റ് പോലും നല്ലതെന്ന് പറയാനില്ല. ഫുൾ ക്രിഞ്ച് പടം. ശങ്കരെ ജീവനോടെ ഉണ്ടെന്ന് അറിയിക്കാനാണ് ഈ പടം ഇറക്കിയെങ്കിൽ വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ മതിയായിരുന്നു അയാൾ മെലവെന്നും പറഞ്ഞിട്ട്. ഇട്ടാൽ മതിയായിരുന്നു, അത്രേ ഉള്ളൂ. പടത്തിന്റെ ആ ഒരു ഫ്ലോ ഒക്കെ പണിയെടുത്തിട്ട് അനിരുദ്ധ് മാത്രം ബാക്കി എല്ലാവരും കേൾക്കാൻ വേണ്ടിട്ട് അത്രേ ഉള്ളൂ. ഒന്നും പറയാനില്ല സത്യം പറഞ്ഞാൽ. അത് കുറെ പറയണമെന്നുണ്ട്, പക്ഷെ ഒന്നും പറയാനില്ല. കാരണം നമ്മള് ട്രെയിലറിലും ടീസറിലും കണ്ടപ്പോഴത്തേക്ക് ഒരു ഹൈപ്പും ഇല്ലായിരുന്നു. പക്ഷെ അവസാന നിമിഷം വരെ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം എന്തെങ്കിലും ഒരു വ്യത്യസ്തത കൊണ്ടുവരുന്നു. കാരണം ഇനിയിപ്പോ ഒന്നിലും പുള്ളിയായിട്ട് ഇപ്പൊ വേറെ ആരെങ്കിലും ആക്ട് ചെയ്യുന്നതായിരിക്കും, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ട്. പക്ഷെ ഇത് പറഞ്ഞതുപോലെ തന്നെ ഈ കൊണ്ടുവന്ന് ഒരു ക്രിഞ്ച് പ്രോമാക്സ് എന്ന് തന്നെ പറയാം. അതായത് ഒരു നിമിഷം, ഒരു സെക്കൻഡ്, ഒരു സീനിൽ പോലും ഒരു നിമിഷം പോലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വാവ് ഫാക്ടർ ക്രിയേറ്റ് ചെയ്യാൻ ത്രൂഔട്ട് സാധിച്ചിട്ടില്ല. അനാവശ്യമായിട്ട് കുറെ സീനുകളിൽ പൈസ മുടക്കിയിട്ടുണ്ട്, അത് അനാവശ്യമായിട്ട്. എന്നാൽ ആവശ്യമുള്ള സീനുകളിൽ പൈസ അതാണെങ്കിലും അത് മുടക്കിയിട്ടില്ല. ലോജിക് എന്ന് പറയുന്ന സാധനം ഈ സിനിമയുടെ ഏഴേഴത്തോടെ പോയിട്ടില്ല. ശങ്കറിനെ പോലുള്ള സെലിബ്രിറ്റീസ് എനിക്ക് തോന്നുന്നു അവർ ഈ ഒരു വേറൊരു ലൈഫ്, കാരണം അവർ ഈ ജനങ്ങളുടെ പ്രതികരണങ്ങൾ നേരിട്ടൊന്നും അറിയാതെ ജീവിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ആയതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ. അല്ലെങ്കിൽ ഇപ്പൊ മോഹൻലാലിന് പറ്റിയതുപോലെ കൂടെ നിന്ന് ഉപജാപക സംഘം അവരെ ജനങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് മനസ്സിലാക്കാതെ അവരുടെ ഉപജാപക സമൂഹത്തിന്റെ അകത്തിൽ അടിപ്പെട്ട് ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ശങ്കർ എന്തായാലും ഇനിയൊരു തിരിച്ചുവരവ്, കാരണം ഇനിയിപ്പം രാംചരണിനെ വെച്ചിട്ട് പുള്ളിക്കാരൻ എന്താണ് ചെയ്യുന്നതെന്ന് ഇനി അറിയില്ല. പിന്നെ തെലുങ്ക് ഓഡിയൻസിന് ഇന്ന് ആഘോഷരാവായിരിക്കും. കാരണം അടുത്ത കാലത്തായിട്ട് തെലുങ്ക് തമിഴ് ഒരു സുപ്രീമസിയുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് കിടക്കുന്നുണ്ട്. പക്ഷെ തെലുങ്കാണ് എപ്പോഴും സ്കോർ ചെയ്ത് നിൽക്കുന്നത്. കാരണം രാജമൗലി പോലുള്ള അദ്ദേഹത്തിന്റെ സിനിമകൾ, പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ കൽക്കി, ഇതെല്ലാം വെച്ചിട്ട് തെലുങ്കന്മാർ സ്കോർ ചെയ്ത് നിൽക്കുകയാണ്. പക്ഷെ തമിഴന്മാരത് പിടിച്ചു നിൽക്കുകയാണ്. പഴയ പ്രതാപകാലമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് തകർത്ത് തരിപ്പണമായിപ്പോ. കാരണം ഇന്ന് പടം എവിടേക്കോ ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു. എന്താ പറയാ, കമൽഹാസന്റെ ഐക്കോണിക് ക്യാരക്ടറാണ്. എന്താ പറയാ, കറപ്ഷനെതിരെയുള്ള ഫൈറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഫീൽ ചെയ്തത്. എവിടേക്കോ ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ട്. എന്താ പറയാ, തേർഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഫീൽ ചെയ്തു ശരിക്കും. കമൽഹാസൻ അടിപൊളി. കമൽഹാസന്റെയൊക്കെ അഴിഞ്ഞാട്ടം തന്നെ പറയണം. എനിക്ക് ശരിക്കും പറയാൻ അറിയത്തില്ല. എനിക്ക് മൂവി ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ആയിട്ട് ഫീൽ ചെയ്തു.